ഹലോ, വെൽക്കം ടു മിറാക്കിൾ വ്ളോഗർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കടായി ചിക്കനാണ്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. ഞാനിവിടെ 1.5 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ഹാഫ് വേവിൽ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനെ നമുക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു പോട്ട് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഫുൾ ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ 4 ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 3 വലിയ തക്കാളിയാണ്. ഇനി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കത് മൂടി വെക്കാവുന്നതാണ്. മൂടി വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മളിത് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൈസി ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചും കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യമായ ഗരം മസാല ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സ്പൈസിക്ക് അനുസരിച്ച് നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്കൊരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചിക്കൻ ക്യൂബാണ്. അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനും സവാളയും മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിമേലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കിയതാണ്. അതിൻ്റെ വെള്ളവും നമ്മളിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഞാനിത് 5 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തി നമുക്ക് ഉപ്പും മുളകും ഒക്കെ നോക്കി നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ സോസ്, ടൊമാറ്റോ സോസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം,
സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് മുകളിൽ വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഇത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തുള്ളി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.